നമ്മളിന്ന് ഇന്ത്യൻ ഭരണഘടനയാണ് നോക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ചരിത്രത്തെ പറ്റി മുന്നേയുള്ള ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലേലിസ്റ്റ് എടുത്ത് നോക്കുക, ക്ലാസ്സുകളൊക്കെ കാണുക. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നാൾവഴികൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിന് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് എം.എൻ. റോയ്. 1934 ഇന്ത്യൻ പാട്രിയറ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എം.എൻ. റോയിയെ പറ്റി നോക്കാം. എം.എൻ. റോയിയുടെ യഥാർത്ഥ നാമമാണ് നരേന്ദ്രനാഥ് ഭട്ടാചാര്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനും ഇദ്ദേഹമായിരുന്നു. പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് എം.എൻ. റോയ്. ജനകീയ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നുണ്ട്. എം.എൻ. റോയ് സ്ഥാപിച്ച സംഘടനകളാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി 1940 സ്ഥാപിക്കുന്നു. ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് ലേബർ എന്ന പാർട്ടി 1941 സ്ഥാപിക്കുന്നു. എം.എൻ. റോയിയുടെ പ്രധാന കൃതികളാണ് ഇന്ത്യ ഇൻ ട്രാൻസിഷൻ, ഫ്രം സവേജറി ടു സിവിലൈസേഷൻ, പോവർട്ടി ഓർ പ്ലെൻറ്റി, ന്യൂ ഹ്യൂമനിസം, എ മാനിഫെസ്റ്റോ മുതലായവ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ സ്വരാജ് പാർട്ടിയാണ്. 1934 സ്ഥാപിതമായത്. ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഔദ്യോഗികമായി ചർച്ച ചെയ്ത സമ്മേളനം ചോദിച്ചാൽ ബോംബെ സമ്മേളനമാണ്. ബോംബെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. എന്നാൽ ഇന്ത്യക്കൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന ആവശ്യം ഒരു പ്രമേയത്തിലൂടെ പാസ്സാക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ഫൈസ്പൂർ സമ്മേളനമാണ്. 1936 ഡിസംബറിൽ നടന്ന ഫൈസ്പൂർ സമ്മേളനം. ഫൈസ്പൂർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റുവാണ്. ഗാന്ധിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫ്രീ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ശ്രീമൻ നാരായണൻ അഗർവാളാണ്. 1946 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം 1940 ആഗസ്റ്റ് ഓഫറിൽ വെച്ച് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ വേവൽ പ്ലാനാണ്. അപ്പോൾ ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാനുള്ള നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം വേവൽ പ്ലാനാണ്. 1945 വേവൽ പ്ലാൻ കൊണ്ടുവരുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റി നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭ. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമാകാൻ കാരണമായ ദൗത്യം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ക്യാബിനറ്റ് മിഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങളും അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 389. 389. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ഉത്തരം 296 പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 11 ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും 292 പേരെയും ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്നും 4 പേരെയുമായിരുന്നു തിരഞ്ഞെടുക്കുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. 208 സീറ്റുകളാണ് കോൺഗ്രസ് നേടുന്നത്. മുസ്ലിം ലീഗ് 73 സീറ്റും മറ്റുള്ളവർ 15 സീറ്റും നേടുന്നു. ഏറ്റവും അധികം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവിശ്യ യുണൈറ്റഡ് പ്രൊവിൻസ് ആണ്. 55 അംഗങ്ങളാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് യുണൈറ്റഡ് പ്രൊവിൻസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നത്. ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായവരാണ് ഡൽഹിയിൽ നിന്നും ദേശബന്ധു ഗുപ്ത. അപ്പം ഡൽഹിയിൽ നിന്നും ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യകളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളായവരാണ് ഡൽഹിയിൽ നിന്നുണ്ടായിരുന്നത് ദേശബന്ധു ഗുപ്ത, അജ്മീർ മേർവാര, മുകുന്ദ് ബിഹാരി, ലാൽ ഭാർഗവ എന്നിവർ. കൂർഗിൽ നിന്നും CM പുനാച്ച, ബലൂചിസ്ഥാനിൽ നിന്നും ഖാൻ അബ്ദു സമദ് ഖാൻ എന്നിവരായിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ചിത്രങ്ങളാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടം,
ആന എന്നിവയായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചിഹ്നത്തിൽ അന്ന് ആലേഖനം ചെയ്തിരുന്ന ചിത്രമായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭൂപടവും അതുപോലെ തന്നെ ആനയുടെ ചിത്രവും. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾ 93 പേരായിരുന്നു നാട്ടുരാജ്യങ്ങളിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യ വിഭജന ശേഷം പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 389 നിന്നും 299 കുറഞ്ഞു. ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിലെ അംഗങ്ങളുടെ എണ്ണം 296 നിന്നും 229 നാട്ടുരാജ്യങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം 93 നിന്നും 70 ചുരുങ്ങി. രൂപീകൃതമാകുമ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ രൂപീകൃതമാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമാകുമ്പോൾ അതിലുണ്ടായിരുന്ന വനിതകളുടെ എണ്ണം 17. ഇന്ത്യ വിഭജന ശേഷം വനിതകളുടെ എണ്ണം 15. പാകിസ്ഥാൻ്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ 2 വനിതകളാണ് ബീഗം ജഹനാര ഷാനവാസ്. അപ്പോൾ ബീഗം ജഹനാര ഷാനവാസ്, ബീഗം ഷൈസ്ത സുഹ്രവർദി ഇക്രാമുള്ള ഇവർ 2 പേരും പാകിസ്ഥാൻ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 തിങ്കളാഴ്ച 11 മണിക്കാണ് നടക്കുന്നത്. അപ്പം ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം, അതായത് ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 നിലവിൽ വന്നത് 1946 നവംബറിലായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യ സമ്മേളനം നടക്കുന്നത് 1946 ഡിസംബർ 9 ആ ദിവസം തിങ്കളാഴ്ചയാണ് 11 മണിക്കാണ് നടക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം അവസാനിക്കുന്നത് 1946 ഡിസംബർ 23 അവസാനിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പേര് പങ്കെടുത്തു എന്ന ക്വസ്റ്റ്യൻ വന്നാൽ ഉത്തരം 207 പേരാണ്. ഇതിൽ വനിതകൾ 9 പേരാണ്. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര അംഗങ്ങൾ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ ഉത്തരം 207 പേരാണ്. ഇതിൽ 9 വനിതകൾ ഉണ്ടായിരുന്നു. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയെ പറ്റിയുള്ള വിമർശനങ്ങളാണ്. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെ വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിനാണ്. ഒറ്റക്കക്ഷി രാജ്യത്തിലെ ഒറ്റക്കക്ഷി സംഘടന എന്ന് വിശേഷിപ്പിച്ചത് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ഹിന്ദുക്കളുടെ സംഘടന എന്ന് ഭരണഘടനാ നിർമ്മാണ സഭയെ വിശേഷിപ്പിച്ചത് വിസ്കൗണ്ട് സൈമൺ ആണ്. ഇന്ത്യയിലെ ഒരു പ്രധാന വർഗത്തെ മാത്രം പ്രതിനിധാനം ചെയ്ത സംഘടന എന്നറിയപ്പെടുന്നത് എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ വേദിയായിരുന്നത് പാർലമെൻറ്റ് സെൻട്രൽ ഹാളായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അപ്പോൾ അദ്ദേഹത്തെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നതും ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. അതായത് നടന്ന ദിവസം 1946 ഡിസംബർ 9 തൽക്കാലത്തേക്ക് ഇദ്ദേഹത്തെ ആയിരുന്നു അധ്യക്ഷനാക്കിയത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയാണ്.